ദീപ്തസ്യ ദീപ്തസ്യ ജോഷ്, ഒരുപക്ഷെ പേരെനിക്ക് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ബംഗാളിലെ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. കാരണം ഈ പ്രവൃത്തിക്കകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇത് കേവലം സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു സമൂഹത്തെ മാനസികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർക്കുക, അടിച്ചമർത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഈ പ്രദേശം, ഈ സന്ദേശ് ഖാലി ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ആ ബോർഡറിൽ വ്യാപകമായി ഭൂപ്രകൃതി കൊണ്ട്, അല്ലെ ഭൂപ്രകൃതിയുടെ പരിമിതി കൊണ്ട് ഭാരതത്തിനുള്ളിലാണെന്ന് പറയുന്ന പ്രദേശമാണെങ്കിൽ പോലും മതപരമായ സംഖ്യ എടുക്കുമ്പം അവിടം ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നാണ് ദീപ്തസ്യ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം ഓർക്കണം. ഭൂമി എങ്ങനെയാണ് പിടിച്ചത്, ഭൂമിയും സമ്പത്തും. അത് വളരെ ലളിതമായ ഒരു ഓപ്പറേഷനാണ്. അവിടെ ആളുകൾ അവിടെ പിന്നോക്ക ജാതി SC ഉണ്ട്, ST ഉണ്ട്, കർഷകരായ ആളുകളുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്. പാവപ്പെട്ടവൻ്റെ സമൂഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരവിടെ ഇല്ല, സ്ത്രീകളും പ്രായമായവരേ ഉള്ളൂ. അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്ത് അവർ ജീവിക്കുന്നത്. ആ ഭൂമി ആദ്യം ചെന്ന് മര്യാദയ്ക്ക് പറയും, ഞങ്ങൾ ലീസിനെടുക്കുകയാണ്, പാട്ടത്തിനെടുക്കുകയാണെന്ന് പറഞ്ഞെടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് 6000 രൂപ എന്തെങ്കിലും തുക ഒരു കൊല്ലം പാട്ടം കൊടുക്കാമെന്നും പറയും. ഈ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി, ആ ഭൂമി അവിടുത്തെ മണ്ണ് മാറ്റിയിട്ട്, അത് വളരെ നിസ്സാരമാണ്, ഇളക്കമുള്ള മണ്ണാണ്. നമ്മുടെ നാട്ടിലെ വയലിനെക്കാട്ടി പോലും ഇളക്കമുള്ള മണ്ണാണ്. അത് ഇളക്കി മാറ്റി ആ മണ്ണ് കൊണ്ട് തന്നെ ബൗണ്ടറിയിൽ തിട്ട പിടിപ്പിച്ചിട്ട് അവിടെ കടലിലെ വെള്ളം കയറ്റി, അവിടെ ഉപ്പുവെള്ളം കയറ്റിയിട്ട് അവിടെ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ് ഭൂമി പിടിച്ചെടുക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉപ്പ് രസമുള്ള വെള്ളത്തിൽ വളരുന്ന മത്സ്യമായതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്. അതൊരു വഴിക്ക്. പക്ഷേ ഈ 6000-ഓ അതൊരടുപ്പിച്ച തുകയോ കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞാൽ ഒരിക്കലും ആ തുക കൊടുക്കുകയുണ്ടാവില്ല. അങ്ങനെ കൊടുക്കാതെ ഭൂമി ഇവരുടെ കയ്യിലാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം രാത്രിയിൽ ഇവരിങ്ങനെ കുളമാക്കിയിട്ട് 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ 2 സ്ഥലത്തിന് നടുക്കൂടെ കൊണ്ടുവന്ന് JCB കൊണ്ടുവന്ന് ഒറ്റ രാത്രി കൊണ്ട് ആ നടുക്കുണ്ടായിരുന്ന വഴി കളഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നാക്കി. അങ്ങനെ എന്തും ചെയ്യാൻ, ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ, റവന്യൂ റെക്കോർഡ്സ് മാറ്റാൻ എല്ലാം കഴിവുള്ള രാഷ്ട്രീയ ഗുണ്ടയാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്. അത് തന്നെയല്ല, അങ്ങനെ കുളവാക്കി കഴിഞ്ഞ സ്ഥലം, പാവപ്പെട്ടവരുടെ സ്ഥലം പിടിച്ചെടുത്ത് കുളവാക്കി കഴിഞ്ഞ സ്ഥലം 2023 മെയ് 5-ാം തീയതി മമതാ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. ഒരു തീയതിക്ക് മുമ്പുള്ള ഇങ്ങനെ ജലാശയങ്ങളാക്കി മാറ്റിക്കളഞ്ഞത് മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതോടുകൂടി ഷാജഹാൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ഇനിയും അഡ്വക്കേറ്റ് ബൽദേവിലേക്ക് പോകണമെന്ന് എനിക്കറിയാം. ഒരൊറ്റ കാര്യം കൂടി മാത്രം ഞാൻ സൂചിപ്പിച്ച് നിർത്തുകയാണ്. അതായത്, എനിക്ക് മുമ്പേ സംസാരിച്ച നുസ്രത് ജഹാൻജി പറഞ്ഞു, മാധ്യമങ്ങളുടെ കാര്യം, അതും സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഷാജഹാൻ ഷെയ്ഖിനെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യം വിട്, അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും ശ്രമിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തിച്ചേർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, റിപ്പബ്ലിക് ഭാരതത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ റിപ്പോർട്ടറെ ക്രൂരമായിട്ടാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും രാത്രിയിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കുകയും അവിടുന്ന് അർദ്ധരാത്രിക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരികയും മമതയുടെ പ്രത്യേക താല്പര്യത്തോടുകൂടി ഇയാളെ 10 ദിവസമെങ്കിലും കസ്റ്റഡിയിലിട്ട് പീഡിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഭാഗ്യവശാൽ ഇന്ന് കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടു, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം മാധ്യമങ്ങൾക്ക് അവിടെ കിട്ടുന്ന പരിഹാരം എന്താണെന്ന്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. ദേശീയ ചാനലുകൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതികളായിട്ട് വരുന്ന കൂട്ടത്തിൽ ഒരൊറ്റ വനിതാ മന്ത്രിയെ ഞാൻ ഒഴിവാക്കുന്നു. വേറെ ആരെങ്കിലും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആ റിപ്പബ്ലിക് പാർട്ടിയുടെ
പ്രതിനിധിയായ മഹിള സംസാരിക്കുന്ന മാന്യതയോടുകൂടി സംസാരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ തൃണമൂലിൻ്റെ പ്രതിനിധിയായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നൊരു സമ്മാനം കൊടുക്കാൻ തയ്യാറാണ്. അഹങ്കാരത്തിൻ്റെ ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് ഫാസിസത്തിൻ്റെ പുതിയ അവതാരമാണ് മമതാ ബാനർജി.